ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്കാണ്. ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഞാൻ എൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു നോക്കി. എക്സസൈസും ഫുഡ് കൺട്രോളും ഒക്കെ ചെയ്തു. എന്ത് ചെയ്താലും എൻ്റെ വെയിറ്റ് കുറയില്ലായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഇതുപോലെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കഴിച്ചത്. അതിനുശേഷം നന്നായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ 87 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 80 ആയിരിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും നിങ്ങളുടെ വെയിറ്റ് കുറഞ്ഞിരിക്കും. ഇതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കിനി 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയ പൊടിയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിവിടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചുക്ക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതും നമ്മൾ വീട്ടിലുണ്ടാക്കിയ ചുക്കാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇല്ലെങ്കിൽ പൊടിയായിട്ട് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കറുകപ്പട്ട പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുരുമുളക് പൊടിയും ചുക്ക് പൊടിയും എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വരണം. അതുപോലെ ഈ ഡ്രിങ്ക് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ രാവിലെ വെറും വയറ്റിലും രാത്രി ഭക്ഷണത്തിന് ശേഷവുമാണ് കഴിക്കേണ്ടത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വെയിറ്റ് കുറഞ്ഞിരിക്കും. ഞാൻ ഉപയോഗിച്ച് എനിക്ക് ഫലപ്രദമായ ഒരു ഡ്രിങ്കാണിത്. ഇതെല്ലാവരും വെയിറ്റ് കുറയണം എന്നുള്ള എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പ്രത്യേകിച്ച് എക്സസൈസ് ഒന്നും ചെയ്തിട്ടില്ല ഈ സമയത്ത്. ജസ്റ്റ് ഒരു 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും, അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഈ ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് സുനാമക്കി ചേർത്ത് കൊടുക്കാം. സുനാമക്കി ആയുർവേദ കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്. അതായത് നമ്മുടെ കരിഞ്ജീരകം. അപ്പോൾ കരിഞ്ജീരകം ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളച്ചിട്ട് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ളത് 1 ഗ്ലാസ്സായിട്ട് കുറച്ചെടുക്കണം. ഞാനിത് വാങ്ങിച്ചത് കുവൈറ്റിലുള്ളൊരു കടയിൽ നിന്നാണ്. എനിക്കിവിടെ ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട്. നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നൊരു സാധനമാണ്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് എടുത്ത് വെക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പൊടിയിൽ നിന്നും ഒരു 1/4 ടീസ്പൂൺ പൊടിയെടുത്ത് ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. അത്രയും ആവശ്യമുള്ളൂ. ഒരു നേരത്തേക്ക് 1/4 ടീസ്പൂൺ മതി. ബാക്കി നമ്മൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. നമ്മുടെ സുനാമക്കി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, വറ്റി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടോടെ തന്നെ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ചെറിയ കുത്തൽ വരും. അപ്പോൾ ചൂടോടെ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലവും വരില്ല. എരിവും കാര്യങ്ങളൊന്നുമില്ല. ഈസി ആയിട്ട് ഇത് കുടിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ തേൻ കൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം മാത്രമേ തേൻ ചേർത്ത് കൊടുക്കാവൂ. നമ്മുടെ ഡ്രിങ്ക് ചൂടൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നിങ്ങൾ ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ തടിയിൽ മാറ്റം വന്നിരിക്കും. കുറയുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എനിക്ക് ഉപയോഗിച്ച് ഫലം കണ്ടതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആക്കിയത്. എൻ്റെ വെയിറ്റ് കുറഞ്ഞത് കണ്ട് എന്നോട് എല്ലാവരും ചോദിച്ചത് കൊണ്ടാണ് ഞാനിത് വീഡിയോ ആക്കിയത്. അപ്പം വെയിറ്റ് കുറയണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ തടി കണ്ടിട്ട് എല്ലാവരും എന്നെ കളിയാക്കി തുടങ്ങിയിരുന്നു. അത്രയും അധികം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് തടി കൂടി. അപ്പം ഈ ഡ്രിങ്ക് കഴിച്ചതിന് ശേഷം ഞാൻ നന്നായിട്ട് മെലിയാൻ തുടങ്ങി. എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഇതിലൊന്നും തന്നെ സ്കിപ്പ് ചെയ്യാതെ വേണം ചെയ്യാനായിട്ട്.
ഈ ഡ്രിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അത് കമൻറ്റിലൂടെ അറിയിക്കണം. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ. അസ്സലാമു അലൈക്കും.